Hello everyone! Welcome back to Xylem Learning. അക്ഷയ് സാർ ആണ്. അക്ഷയ് സാർ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ നമ്മൾ ചുരുങ്ങിയ സമയത്തിൽ നമ്മൾ പോളിനേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഫ്ലവർ ആണ് അവിടുത്തെ സെക്ഷൽ പാർട്ട് എന്ന് പറയുന്നത് അല്ലേ. ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ രണ്ട് പാർട്സ് നമുക്ക് പറയാം, സെക്ഷൽ പാർട്സ് ആൻഡ് വെജിറ്റേറ്റീവ് പാർട്സ്. വെജിറ്റേറ്റീവ് പാർട്സ് സ്റ്റെമ്മ്, ലീഫ്, റൂട്ട് ആണ്. നിങ്ങൾക്കറിയാം സ്റ്റെമ്മ്, ലീഫ്, റൂട്ട് ഇതൊക്കെ എന്താണ്, വെജിറ്റേറ്റീവ് ആകുമ്പോൾ ഫ്ലവർ എന്ന് പറയുന്നത് എന്താണ്, സെക്ഷൽ പാർട്ട് ഓഫ് ദ ഫ്ലവർ ആണ്, പ്ലാന്റ് ആണ്. സെക്ഷൽ പാർട്ട് അല്ലെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ഫ്ലവർ ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന ഭാഗം ഫ്ലവർ ആണ്. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ ഒരു ടിപ്പിക്കൽ ഫ്ലവർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അല്ലെ, ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാം ഒരു ഫ്ലവർ ആണ്. അപ്പൊ ഫ്ലവറിന്റെ ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലവറിന് ബേസിക്കലി 4 റീജിയൻസ് ഉണ്ട്. ഓക്കെ, ഒന്ന് ബ്യൂട്ടിഫുൾ പെറ്റൽസ് ആണ്. ബ്യൂട്ടിഫുൾ പെറ്റൽസ്. ഇൻസെക്റ്റ് ഒക്കെ വളരെയധികം അട്രാക്റ്റഡ് ആവും ഈ പെറ്റൽസ് കാണുമ്പോൾ. നമ്മളും അട്രാക്റ്റഡ് ആവും അല്ലേ. പൂക്കളൊക്കെ കാണുമ്പോൾ നമുക്കെല്ലാം അട്രാക്ഷൻ തോന്നും. ദയവ് ചെയ്ത് പൂക്കൾ പറിക്കരുത്, നമ്മൾ കണ്ട് ആസ്വദിക്കണം അല്ലേ, അതല്ലേ വേണ്ട മക്കളെ. യെസ്. പിന്നെ കാണാൻ പറ്റുന്നത് പൂക്കളുടെ അടിവശത്തായിട്ട് ഗ്രീനർ കളറിൽ നമുക്ക് സെപ്പൽസ് കാണാം. സെപ്പൽസ് ഗ്രീനർ കളറിലായിട്ട് കാണാം, ഗ്രീനിഷ് കളറിൽ. പിന്നെ നമുക്ക് കാണുന്ന ഭാഗം പിസ്റ്റിലാണ്. ഒത്ത നടുക്കായിട്ട് നോക്കിക്കേ, ഈ കാണുന്ന ഭാഗമാണ് പിസ്റ്റിൽ. ഈ പിസ്റ്റിൽ എന്ന് പറയുന്നത് ഫീമെയിൽ പാർട്ടാണ്. ഫീമെയിൽ പാർട്ട് ഓഫ് ദ ഫ്ലവർ ആണ് പിസ്റ്റിൽ. മെയിൽ പാർട്ട് ഉണ്ട്, അതിന് സ്റ്റെയ്മൻ എന്ന് പറയും. സ്റ്റെയ്മൻ എന്ന് പറയുമ്പോൾ നോക്കിക്കോളൂ, ഇങ്ങനെ ഒരു ഫിലമെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആന്തർ ഉണ്ട്, ആന്തർ. അപ്പൊ ആന്തറും ഫിലമെന്റും ചേർന്നാൽ സ്റ്റെയ്മനാണ്. സ്റ്റെയ്മൻ എന്ന് പറഞ്ഞാൽ മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ ആണ് സ്റ്റെയ്മൻ. അതിൽ വരുന്ന ഭാഗം ഏതൊക്കെയാണ്, ഫിലമെന്റ് ഉണ്ട്, അറ്റത്ത് ആന്തർ ഉണ്ട്. ആന്തർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും നിങ്ങൾക്കറിയാം. ആന്തർ എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? ആന്തർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സാറേ എനിക്കറിയാം സാറേ, എന്താണ്? പോളൻ ഗ്രെയിൻസ്. ആന്തർ എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. പോളൻ ഗ്രെയിൻസ് അല്ലേ. പോളൻ ഗ്രെയിൻസ് ആണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുക? ആന്തർ പ്രൊഡ്യൂസ് ചെയ്യുക. പോളൻ ഗ്രെയിൻസ്. റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഇനി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് പിസ്റ്റിലാണ്. അതിന്റെ ഭാഗം എന്തൊക്കെയാണ്? സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഈ ഭാഗം സ്റ്റിഗ്മയാണ്. പിന്നെ നീളത്തിൽ താഴേക്കൊരു ഭാഗമുണ്ട്, ഒരു തണ്ട് പോലെ. ഇത് സ്റ്റൈലാണ്. താഴെ ഓവറി ഉണ്ടാവും. ഓവറിക്കകത്ത് ഓവ്യൂൾ ഉണ്ടാവും. ഓവ്യൂൾ. മനസ്സിലായില്ലേ? ഫ്ലവറിന്റെ പാർട്സ് ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താണ് പോളിനേഷൻ? ആന്തർ പ്രൊഡ്യൂസ് ചെയ്ത പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയിൽ വീഴുന്ന ആ ട്രാൻസ്ഫറിനെയാണ് പോളിനേഷൻ എന്ന് പറയും. എന്താണ് പോളിനേഷൻ? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ. ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? പോളിനേഷൻ. മനസ്സിലായോ? പോളിനേഷൻ എന്താണെന്ന് മനസ്സിലായോ? 2 ടൈപ്പ് പോളിനേഷൻ ഉണ്ട്. ഒന്ന് സെൽഫ് പോളിനേഷൻ, മറ്റൊന്ന് ക്രോസ് പോളിനേഷൻ. എന്ത് എളുപ്പമാണ്. സെൽഫ് പോളിനേഷൻ എന്ന് വെച്ചാൽ ഒറ്റ പ്ലാന്റിൽ മാത്രമേ നടക്കുള്ളൂ. ക്രോസ് പോളിനേഷൻ എന്ന് വെച്ചാൽ 2 ഡിഫറൻറ്റ് പ്ലാന്റ്സിന്റെ ഇടയിൽ നടക്കണം. അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. സെൽഫ് എന്ന് പറഞ്ഞാൽ ഒറ്റ പ്ലാന്റിൽ, ക്രോസ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ 2 ഡിഫറൻറ്റ് പ്ലാന്റ്സിന്റെ ഇടയിൽ പോളിനേഷൻ നടക്കണം. ഈ സെൽഫ് പോളിനേഷൻ 2 ടൈപ്പിലുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ അതിന് മുന്നേ ബൈസെക്ഷൽ ഫ്ലവർ എന്താണെന്ന് മനസ്സിലാക്കിനാ. ബൈസെക്ഷൽ ഫ്ലവർ, ഒരു ഫ്ലവറിൽ ഞാൻ നേരത്തെ പറഞ്ഞു മെയിൽ പാർട്ട് സ്റ്റെയ്മനും ഫീമെയിൽ പാർട്ട് പിസ്റ്റിലും ആണെന്ന് പറഞ്ഞു അല്ലേ. ഒരു ഫ്ലവറിൽ തന്നെ സ്റ്റെയ്മനും പിസ്റ്റിലും ഉണ്ടെങ്കിൽ അത്തരം ഫ്ലവറിനെയാണ് ബൈസെക്ഷൽ എന്ന് പറയുക. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഒരു ഫ്ലവറിൽ ഉണ്ടെങ്കിൽ അതെന്താണ്? അതെന്ന് പറയുന്നത് ബൈസെക്ഷൽ ആണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് സ്റ്റെയ്മൻ ആൻഡ് പിസ്റ്റിൽ ആർ പ്രസന്റ് ഇൻ ദ സെയിം ഫ്ലവർ. ബൈസെക്ഷൽ ആണ്. ഈ ചെമ്പരത്തിയൊക്കെ ബൈസെക്ഷൽ ആണ്, പയറുചെടി ബൈസെക്ഷൽ ആണ്. ഓക്കെ, ബൈസെക്ഷൽ ഫ്ലവർ. ഓക്കെ, പപ്പായൊക്കെ എന്താ യൂണിസെക്ഷൽ ആണ്. ഒറ്റ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും സെപ്പറേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ പോളിനേഷൻ ആണ് നമ്മുടെ ചർച്ചാ വിഷയം. പോളിനേഷൻ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു സ്റ്റിഗ്മയാണ്. അത് 2 തരം, സെൽഫ് പോളിനേഷൻ ഉണ്ട്, ക്രോസ് പോളിനേഷൻ, 2 തരത്തിലുണ്ട്. സെൽഫ് പോളിനേഷൻ എന്ന് പറയുമ്പോൾ തന്നെ 2 തരം വേറെയുണ്ട്. ഒരു പ്ലാന്റിലെ ഒരു ഫ്ലവർ മാത്രം കൺസിഡർ ചെയ്യാം. ആ ഫ്ലവറിലെ പോളൻ ഗ്രെയിൻസ് അതേ ഫ്ലവറിലെ സ്റ്റിഗ്മയിൽ വന്ന് വീഴാം. സെൽഫ് പോളിനേഷൻ വിത്തിൻ ദ സെയിം ഫ്ലവർ, അതും സെൽഫ് പോളിനേഷൻ ആണ്. എന്നാൽ ആ ഒരു ചെടിയിൽ തന്നെ 2 പൂവുണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ ഒരു പൂവിലെ പോളൻ ഗ്രെയിൻ മറ്റൊരു പൂവ്, അതായത് അതേ ചെടിയിലെ മറ്റൊരു പൂവിന്റെ സ്റ്റിഗ്മയിൽ വീണാലും സെൽഫ് പോളിനേഷൻ. അപ്പൊ സെൽഫ് പോളിനേഷൻ എന്താണ്? സെൽഫ് പോളിനേഷൻ ഒരു പൂവിന്റെ പോളൻ ഗ്രെയിൻ അതേ പൂവിന്റെ സ്റ്റിഗ്മയിൽ വന്ന് വീഴാം. അതല്ലെങ്കിൽ
2 പൂക്കൾ ഉണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തെ പൂവിന്റെ പോളൻ ഗ്രെയിൻ അതേ ചെടിയിലെ രണ്ടാമത്തെ പൂവിലെ സ്റ്റിഗ്മയിൽ വീണാലും എന്താണ്? സെൽഫ് പോളിനേഷൻ. ബിറ്റ്വീൻ 2 ഡിഫറെന്റ് ഫ്ലവേഴ്സ് ഓഫ് ദ സെയിം പ്ലാന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സെൽഫ് ആണ്. ഇനി ക്രോസ് പോളിനേഷൻ എന്ന് വെച്ചാൽ 2 ചെടി വേണം. ഒന്നാമത്തെ ചെടിയിലെ പൂവിൽ നിന്നുണ്ടാകുന്ന പോളൻ ഗ്രെയിൻ രണ്ടാമത്തെ ചെടിയിലെ പൂവിന്റെ സ്റ്റിഗ്മയിൽ വന്ന് വീണാൽ ക്രോസ് പോളിനേഷൻ. മനസ്സിലായ? അപ്പൊ ക്രോസ് പോളിനേഷൻ എന്താ? ബിറ്റ്വീൻ ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെന്റ് പ്ലാന്റ് ഓഫ് ദ സെയിം സ്പീഷീസ്. ഡിഫറെന്റ് പ്ലാന്റ് അല്ല, അതും സെയിം സ്പീഷീസ് ആയിരിക്കണം. അങ്ങനെ നടക്കുന്ന പോളിനേഷനെയാണ് ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ലൈക്ക് ഇടുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. മറ്റൊരു അവസരത്തിൽ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ ആൻഡ് സ്റ്റേ സേഫ്.